ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിന്റെ കീഴിൽ വരുന്ന മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഡെപ്യൂട്ടി ജനറൽ മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കാം. MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR, അല്ലെങ്കിൽ 2 years PG ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ 2 years PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് പറയുന്നത് 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 52 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം മുതൽ 2,60,000 വരെയാണ് സാലറി കൊടുത്തിരിക്കുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കാം. CA ക്വാളിഫൈഡ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 52 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ചീഫ് മാനേജർ പ്രൊഡക്ഷനിലേക്കാണ്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ ഒരു വേക്കൻസി, OBCക്ക് ഒരു വേക്കൻസി. ഇതിന്റെ ക്വാളിഫിക്കേഷൻ BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചത് ചീഫ് മാനേജർ മെയിൻ്റനൻസിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 4 വർഷത്തെ BA or BTech, അതുപോലെ തന്നെ BSc എഞ്ചിനീയറിംഗ് വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീം പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓർത്തിരിക്കുക. പിന്നീട് വരുന്നത് ചീഫ് മാനേജർ ടെക്നിക്കൽ സർവീസ് പ്രോസസ്സിലേക്കാണ്. സോ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറലിൽ ക്വാളിഫിക്കേഷൻ BA or BTech, BSc എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് ചീഫ് മാനേജർ മെറ്റീരിയൽസ് മാനേജ്മെന്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ചീഫ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. CA അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആയിരിക്കണം. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് ചീഫ് മാനേജർ പേഴ്സണൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറലിലേക്ക് ക്വാളിഫിക്കേഷൻ MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ PG എടുത്തവർക്ക് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ ലേബർ മാനേജ്മെന്റ് PG എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 2 വർഷത്തെ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. 18 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 50 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിക്കാം. ദെൻ ചീഫ് മാനേജർ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലേക്കും ജനറൽ ഒരു വേക്കൻസി. ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ 2 വർഷത്തെ PG അല്ലെങ്കിൽ 2 വർഷത്തെ PG ഡിപ്ലോമ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. സോ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇതിൻ്റെതായിട്ടുള്ള സാലറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് മാനേജർ പ്രൊഡക്ഷൻ ആണ്. സോ അതിന്റെ ഒരു 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറലിന് OBCക്ക് ഓരോന്ന് വെച്ച്. അതുപോലെ തന്നെ BA or BTech, BSc എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻസ്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന മാനേജർ മെയിൻ്റനൻസ് ഇൻസ്ട്രുമെന്റേഷനിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ BA or BTech, BSc എഞ്ചിനീയറിംഗ് വിത്ത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്ന മാനേജർ മെയിൻ്റനൻസ് ആൻഡ് മെക്കാനിക്കൽ. ജനറൽ ഒരു വേക്കൻസിയാണ്. BA or BTech, BSc എഞ്ചിനീയറിംഗ് വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന മാനേജർ മെറ്റീരിയൽസ് മാനേജ്മെന്റിലേക്കാണ്. 4 വർഷത്തെ, അതായത് BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് വിത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിലേക്കാണ്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരുന്ന മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CA അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആയിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ട്സിൽ. അതുപോലെ തന്നെ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരുന്ന അഡീഷണൽ മാനേജർ മെയിൻ്റനൻസ് ആൻഡ് ഇലക്ട്രിക്കലിലേക്ക് BA or BTech, BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരുന്ന അഡീഷണൽ മാനേജർ ഇൻസ്പെക്ഷനിലേക്കാണ്. സോ BA or BTech എഞ്ചിനീയറിംഗ് വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരുന്ന അഡീഷണൽ മാനേജർ ടെക്നിക്കൽ സർവീസ് പ്രോസസ്സിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. BA or BTech, BSc എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരുന്ന ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ഷനിലേക്കാണ്. അതിനും BA or BTech എഞ്ചിനീയറിംഗ് വിത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം സ്ട്രീം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ച ഡെപ്യൂട്ടി മാനേജർ മെയിൻ്റനൻസ് മെക്കാനിക്കലിലേക്കാണ്. BA or BTech, BSc ഉള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കണം. അത് 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കാം. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് വിളിച്ചത് ഡെപ്യൂട്ടി മാനേജർ മെയിൻ്റനൻസ് ഇലക്ട്രിക്കലിലേക്കാണ്. BA or BTech, BSc എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിലേക്കായിരിക്കണം. അതുപോലെ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി മാനേജർ മെയിൻ്റനൻസ് ഇൻസ്ട്രുമെന്റേഷനിലേക്കാണ്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BA or BTech, BSc എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻസ്.
9 വയസ്സത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 37 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരുന്ന ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ സർവീസ് എഞ്ചിനീയറിംഗിലേക്കാണ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ബി ഓർ ബി ടെക് BSc എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിക്കുക. പിന്നീട് വെച്ചിരുന്ന ഡെപ്യൂട്ടി മാനേജർ MIS അതായത് ജനറൽ ഒരു വേക്കൻസിയാണ്. ബി ഓർ ബി ടെക് അല്ലെങ്കിൽ അത് CS അത് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ IT ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് നിങ്ങൾക്ക് SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ. പിന്നീട് വിളിച്ച ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസിലേക്കാണ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആയിരിക്കണം. 37 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചത് അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കലിലേക്കാണ് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബി ഓർ ബി ടെക് BSc ഇൻ മെക്കാനിക്കൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. 33 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അസിസ്റ്റന്റ് മാനേജർ മെയിൻ്റെനൻസ് ഇലക്ട്രിക്കലേക്ക് ബി ഓർ ബി ടെക് BSc എഞ്ചിനീയറിംഗ് വിത്ത് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് 33 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിയിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ മെയിൻ്റെനൻസ് ഇൻസ്ട്രുമെന്റേഷന് അതിനും സെയിം ഇൻസ്ട്രുമെന്റേഷൻ ബി ഓർ ബി ടെക് ഉണ്ടായിരുന്നു. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നീട് വിളിച്ച അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ സർവീസ് പ്രോസസ്സിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ബി ഓർ ബി ടെക് BSc എഞ്ചിനീയറിംഗ് കെമിക്കൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നീട് വെച്ചിരുന്ന അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കൽ സർവീസ് എഞ്ചിനീയറിംഗ് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബി ഓർ ബി ടെക് BSc ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ഇൻസ്പെക്ഷൻസ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബി ഓർ ബി ടെക് BSc എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നീട് വെച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ മെറ്റീരിയൽസ് മാനേജ്മെന്റിന് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ക്വാളിഫൈഡ് ആയിരിക്കണം. ബി ഓർ ബി ടെക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് വെച്ചിരുന്ന അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CMA ക്വാളിഫൈഡ് ആയിരിക്കണം. സോ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ വെൽഫെയർ എന്ന് പറയുന്നതാണ് മറ്റ് സത്യ. സോ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലേബർ മാനേജ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് വിളിച്ചിരിക്കുന്ന സീനിയർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്കാണ് ബി ഓർ ബി ടെക് ഇൻ BSc ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. ഇവിടുത്തെ ക്വാളിഫൈഡ് ഡേറ്റ് വരുന്ന ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് സീനിയർ പ്രോസസ് മാനേജർ ആണ്. ഇതിലേക്ക് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. OBCക്കും ജനറലും ബി ഓർ ബി ടെക് BSc എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സീനിയർ ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ ബി ഓർ ബി ടെക് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വെച്ചിരിക്കുന്നത് സീനിയർ ഓഫീസർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കും CMA ക്വാളിഫൈഡ് ആയിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 26 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സീനിയർ ഓഫീസർ സെക്രട്ടേറിയറ്റും ഇതിലേക്ക് ക്വാളിഫൈഡ് ചെയ്യേണ്ടത് ക്വാളിഫൈഡ് മെമ്പർ ഓഫ് ACS ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. അതുപോലെ സീനിയർ ഓഫീസ് ലീഗലിലേക്കാണെങ്കിൽ 3 വർഷത്തെ LLB അല്ലെങ്കിൽ BL അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സ് എടുത്തവർക്ക് അപ്ലൈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. 26 വയസ്സുള്ളവർക്ക് അപ്ലൈ. സോ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് കോഡ് ശ്രദ്ധിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡിഫറൻസുകൾ സംഭവിക്കും. സോ അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. സോ പിന്നീട് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതായത് SC/ST PWD ASM കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി വരുന്ന കാൻഡിഡേറ്റിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കാം. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പം അപ്ലൈ ചെയ്യുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ വെർച്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അത് ഹെൽഡ് ചെയ്യുന്നത് ചെന്നൈ വെച്ചിട്ടായിരിക്കും എന്ന് ഓർത്തിരിക്കാം. സോ ഇത്രയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോക്കാം. 5/4/2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റ് 18/3/2026 ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്.